തേർഡ് ഡേ ഓഫ് ഈദാണ്. ഇന്ന് നമ്മൾ എഴുന്നേറ്റ് വന്നപ്പോഴേക്കും ഉച്ചയായിട്ടുണ്ട്. കാരണം ഉറങ്ങിയത് തന്നെ 4 മണിക്കാണല്ലോ. അങ്ങനത്തെ വന്ന വട ചോറ് നാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു. പീച്ചുമാൻ്റെ സ്പോൺസർ ബിരിയാണി ആയിരുന്നു. ആശാക്കത്തെ തട്ടൊക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ ഓരോന്നോരോന്നായിട്ട് ടേബിളിൽ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും കൂടി ചേർന്നിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഭയങ്കര രസമാണല്ലോ. അപ്പോൾ ഫസ്റ്റ് ട്രിപ്പിന് ഇരിക്കാനുള്ള ഐറ്റംസ് ഒക്കെ അതേ ടേബിളിൽ അറേഞ്ച് ചെയ്ത് സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ട്രിപ്പിനുള്ള ആൾക്കാരൊക്കെ റെഡിയായി അവർ വേഗം കയറി ഇരുന്നിട്ടുണ്ട്. വല്യമ്മയും വല്യപ്പയും കുറച്ച് കുട്ടിപ്പട്ടാളം ആൾക്കാരും ഒക്കെ ആയിരുന്നു. അടുത്ത ട്രിപ്പ് ഇതേ നമ്മളാണ് കേട്ടോ. നമ്മൾ ഉമ്മമാരും മേമ്മമാരും ഞങ്ങൾ കുറച്ച് ആൾക്കാരൊക്കെയാണ്. അപ്പം ഞങ്ങൾ തിന്ന് എഴുന്നേറ്റ് വരുമ്പോഴേക്കും എന്തായാലും ഒരുപാട് സമയമെടുക്കും. കുറേ കഥയൊക്കെ പറഞ്ഞ് കുറേ വിശേഷമൊക്കെ പറഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് പിന്നെയും കുറേ സമയമൊക്കെ ഇരുന്നിട്ടാണല്ലോ നമ്മൾ എഴുന്നേൽക്കുക. എല്ലാ ഇതിനും ഇങ്ങനെ കൂടുതലുണ്ടെങ്കിലും എപ്പോഴും എല്ലാവരും ഓരോരുത്തരായിട്ട് ഉണ്ടാവാറില്ല. ആരെങ്കിലുമൊക്കെ മിസ്സാവാറുണ്ട്. ഇതിലും അതേപോലെ തന്നെ കുറച്ച് പേരൊന്നും ഉണ്ടായിട്ടില്ല. ഒരുപാട് പേര് ജോബും കാര്യമൊക്കെ ആയിട്ടുള്ള തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിട്ടില്ല. എന്നാലും ഉള്ളവരെ വെച്ചിട്ട് അടിപൊളിയായിരുന്നു. അങ്ങനെ അതും കഴിഞ്ഞ് ഒരുപാട് നേരത്തെ ചർച്ചയ്ക്ക് ശേഷം നമ്മളെല്ലാവരും കൂടി ബീച്ചിൽ പോകാൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാം സെറ്റായി എല്ലാവരും ഓരോരോ വണ്ടിയിലൊക്കെ കയറിയതേ നമ്മൾ ബീച്ചിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറേ കാലത്തിന് ശേഷമാണ് കേട്ടോ ഞാൻ ബീച്ചിൽ പോകുന്നത്. പൊതുവേ ഞാനൊരു ബീച്ച് പേഴ്സൺ അല്ല. പക്ഷേ ഇങ്ങനെ എല്ലാവരും കൂടി പോകുന്നത് നമ്മൾ കൂടുതലും ബീച്ചിലായിരിക്കുമല്ലോ. ബീച്ചിൽ ടൈം സ്പെൻഡ് ചെയ്യും. പ്രത്യേകിച്ച് ഇമ്മമാർക്കൊക്കെ ബീച്ച് ഒരു വികാരമാണ്. അങ്ങനെ നമ്മളിത് എല്ലാവരും കൂടി ബീച്ചിലെത്തിയിട്ടുണ്ട്. തിരൂർ പറവണ്ണ ബീച്ചിലാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തേർഡ് ഡേ ഓഫ് ഈദാണെങ്കിലും അത്യാവശ്യം നല്ല തിരക്കും ആളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ നടന്ന് ബീച്ചിലെത്തിയിട്ടുണ്ട്. എനിക്ക് ഈ മണൽ കാലിലാവുന്നത് ഭയങ്കര പ്രശ്നമാണ് കേട്ടോ. പ്രത്യേകിച്ച് നനച്ചും കൂടെ ചെയ്താൽ പിന്നെ പറയണ്ട. ഈ ഒരു സീൻ ഭയങ്കര രസമാണ് കേട്ടോ. എനിക്ക് ആകെ ഇങ്ങനെ കണ്ടിരിക്കാൻ ഇഷ്ടമുള്ളൊരു ഇതാണ്. ഇങ്ങനെ തിരമാല അടിക്കുന്നു, അപ്പോൾ നമ്മളിങ്ങനെ സൂര്യനെ കാണുന്നു, ഭയങ്കര രസമല്ലേ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ റസ്മേമ മിഠായി വിതരണമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഏറ്റവും ചെറിയ കുട്ടിയാണ് ആദ്യം പോയിട്ട് മിഠായി എടുത്ത് വന്നിട്ടുള്ളത്. നിങ്ങൾ കണ്ടില്ലേ. അങ്ങനെ പിന്നെ അടുത്തതെന്ന് പറയുന്നത് ഫോട്ടോ സെക്ഷനാണല്ലോ. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫോട്ടോ എടുത്ത് കൊടുക്കലൊക്കെയാണ്. അപ്പോൾ ഇവരുടെ ഫാമിലി ഫോട്ടോ എടുക്കുമ്പോഴുള്ള ഭയങ്കര അഭിനയമാണ് ഈ കാണുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞാൽ ബീച്ചിൽ വന്നാലുള്ള ഒരു മെയിൻ സാധനമാണല്ലോ ഐസ്ക്രീം. പ്രത്യേകിച്ച് എനിക്ക് മാംഗോ ബാർ. ചോക്കോ ബാർ ആകുമ്പോൾ പെട്ടെന്ന് അലിഞ്ഞു പോകും. മാംഗോ ബാർ ആകുമ്പോൾ നമ്മുടെ കയ്യിലിങ്ങനെ കുറേ നേരം നിന്ന് നമുക്കിങ്ങനെ തിന്നാം. അങ്ങനെ കുറച്ച് ഇരുട്ടായപ്പോഴേക്കും ഐസ്ക്രീമും മാംഗോ ബാറും ഒക്കെ എത്തിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ പുറമെ ആശയൊക്കെ പോയിട്ട് കുറേ പോപ്കോണൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ബീച്ചിലൊക്കെ ആകുമ്പോൾ നമ്മളെല്ലാം കഴിക്കുമല്ലോ, അതും ഇതൊക്കെ ആയിട്ട്. അപ്പം നമ്മുടെ ഫേവറേറ്റ് മെയിൻ ഐറ്റം മാംഗോ ബാർ വന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് മാംഗോ ബാർ കഴിച്ചു. അത് കഴിഞ്ഞിട്ടാണല്ലോ ബാക്കിയുള്ളതൊക്കെ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോന്നിട്ടുണ്ട്. ഇനി എല്ലാവരും അവരവരുടെ വീട്ടിൽ പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ കൊടുത്ത് നമ്മൾ തിരിച്ച് വീട്ടിൽ പോന്നു.